ഉരുൾപൊട്ടിയ കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്ത് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി വിദഗ്ധ സംഘം അടുത്ത ആഴ്ച സന്ദർശനം നടത്തും. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ 70 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം. ഉരുൾപൊട്ടലിൽ 50-ലധികം വീടുകൾ തകരുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അടുത്ത വ്യാഴാഴ്ച സംഘം സ്ഥലത്തെത്തും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും പ്രദേശത്തെ തുടർ താമസമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. 2019 വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ 4 പേരാണ് മരിച്ചത്. ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പഠനം നടത്താൻ തീരുമാനിച്ചത്. വിലങ്ങാട് ഉരുൾപൊട്ടിയ സ്ഥലത്ത് 24 പ്രഭവ കേന്ദ്രങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഉരുൾപൊട്ടലിൽ പാലം തകർന്നൊറ്റപ്പെട്ട വായാട് പ്രദേശത്തേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനും തീരുമാനമായിട്ടുണ്ട്. ദുരിതമനുഭവിക്കുന്ന 4 വാർഡുകളിലേക്ക് 2 മാസത്തേക്ക് സൗജന്യ റേഷൻ നൽകാനും ധാരണയായി. വീടുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേരാണ് ഇപ്പോഴും ക്യാമ്പുകളിൽ തുടരുന്നത്. ജനം, കോഴിക്കോട്.